നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക സമാധാനത്തിനായിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അത് നിർത്താൻ പല രാജ്യങ്ങളും ശ്രമിച്ചെങ്കിലും മധ്യസ്ഥതയായിട്ട് ശ്രമിച്ചെങ്കിലും അവസാനം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇറാനും മനംമാറ്റം വന്ന് താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ അത് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഏതായാലും താൽക്കാലികമായിട്ടാണെങ്കിലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുകയാണ്. ഇപ്പോൾ ഒരു തർക്കം എന്ന് പറയുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ തോറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക തങ്ങളുടെ വിജയം ഉറപ്പിക്കുമ്പോൾ ഇറാനും തങ്ങളുടെ വിജയം ഉറപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണിവിടെ അടിയറവ് പറഞ്ഞത്? അമേരിക്ക പോലുള്ള ഒരു വമ്പൻ്റെ ഭീഷണിക്ക് മുന്നിൽ ഇറാനെ പോലെയുള്ള ഒരു രാജ്യം പിടിച്ചു നിന്നത് സ്വന്തം ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ട്രംപിനെ പോലും ഞെട്ടിച്ച നീക്കമാണ് അവർ നടത്തിയത്. ഇറാനിലെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും എല്ലാം തകർക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയെ അവർ നേരിട്ടതും വമ്പൻ ട്വിസ്റ്റായി മാറിയിരുന്നു. കാരണം ഇറാൻ എന്ന് പറയുന്ന നഗരം അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന വലിയൊരു രാജ്യം ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകില്ല എന്ന് ട്രംപ് അടിയുറച്ചു പറഞ്ഞപ്പോൾ ഇറാൻ അതിനെ നേരിടാൻ പയറ്റിയിരിക്കുന്നത് വളരെ മുൻപും ഇത്തരത്തിൽ ഈ രീതി പയറ്റിയിട്ടുണ്ട്. ഇറാനുമായി വെടിനിർത്തൽ കരാറിൽ എത്തുന്നതിന് മുൻപ് മുഴുവൻ നാഗരികതയും ഇന്ന് രാത്രി മരിക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനായിരങ്ങളാണ് ഊർജ കേന്ദ്രങ്ങളിൽ മനുഷ്യ കവചങ്ങളാകാൻ ഒരുങ്ങിയത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പാരമ്യത്തിലെത്തിയ ഘട്ടത്തിലാണ് ഇറാൻ ഈ കടുങ്കൈക്ക് മുതിർന്നത് എന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം, പല രാജ്യങ്ങളും മനുഷ്യ ചാവേറുകളെ ഉപയോഗിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, സ്ത്രീകളെയും കൊച്ചുകുട്ടികളെ അടക്കം ഒരു മനുഷ്യ ചങ്ങലയായിട്ട് അമേരിക്ക തകർക്കാൻ സാധ്യതയുള്ള ഇറാൻ്റെ പല മേഖലകളിലും അണിനിരത്തി എന്നുള്ളത് തന്നെയാണ് ഈ യുദ്ധത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഇറാൻ ഇവിടെ തങ്ങളുടെ ജയം തങ്ങളാണ് ജയിച്ചതെന്ന് ഉറപ്പിക്കുമ്പോഴും അമേരിക്കയാണ് ഇതിൽ നിന്ന് പിന്മാറിയതെങ്കിൽ ഒരു തരത്തിൽ അമേരിക്കയെ നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം അത്തരത്തിൽ മനുഷ്യ ചങ്ങല തീർത്ത ഇറാനെ അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അവിടെ മരണസംഖ്യ അത് വലിയ രീതിയിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള പിഞ്ചു കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീഴുന്ന കാഴ്ച ലോകം കാണേണ്ടി വരും. തുടർന്ന് അമേരിക്കയുമായുള്ള എല്ലാ ആശയവിനിമയ ബന്ധങ്ങളും ഇറാൻ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു മനുഷ്യ ചങ്ങല തീർത്തതിന് ശേഷം ഇറാൻ അമേരിക്കയുമായി ബന്ധപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തു. രാജ്യത്തെ ഊർജ്ജ നിലയങ്ങൾക്കും തന്ത്രപ്രധാന പാലങ്ങൾക്ക് ചുറ്റും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മനുഷ്യമതിൽ തീർത്ത് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് ടെഹ്റാനിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. ഇറാനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയെ പരിഹാസത്തോടെയാണ് ഇറാൻ ഭരണകൂടം നേരിട്ടത്. തങ്ങളുടെ പ്രധാന വൈദ്യുതി നിലയങ്ങളിലും പാലങ്ങളിലും ദേശീയ പതാകയുമേന്തി പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങൾ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ട്രംപിൻ്റെ ഭീഷണികളെ വകവയ്ക്കുന്നില്ലെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നുമുള്ള സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചതോടെയാണ് ജനങ്ങളെ തെരുവിലിറക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയത്. പ്രധാന വൈദ്യുതി നിലയങ്ങൾക്കും പാലങ്ങൾക്കും ചുറ്റും മനുഷ്യ കവചം തീർക്കാൻ യുവാക്കളോടും കായിക താരങ്ങളോടും വിദ്യാർത്ഥികളോടും ഭരണകൂടം ആഹ്വാനം ചെയ്തു. ജനക്കൂട്ടത്തിന് നേരെ ബോംബിടുന്നത് യുദ്ധക്കുറ്റമാകുമെന്ന കണക്ക് കൂട്ടലിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഇത്തരത്തിൽ അപകടത്തിലേക്ക് തള്ളിവിടുന്നതെന്ന ആക്ഷേപം ശക്തമാണ്. എന്നാൽ ട്രംപ് വെടിനിർത്തലിന് സമ്മതിച്ചു. ഇതെല്ലാവർക്കും ആശ്വാസമായി. രാജ്യം ഒരു മഹാദുരന്തത്തെ അഭിമുഖീകരിക്കുകയാണെന്ന തിരിച്ചറിവിൽ വിദേശത്തുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വിങ്ങിപ്പൊട്ടിക്കൊണ്ട് വിടവാങ്ങൽ സന്ദേശങ്ങൾ അയച്ചു ഇറാൻ ജനത. ഇത് തങ്ങളുടെ അവസാന സന്ദേശമായിരിക്കും എന്ന് തുടങ്ങുന്ന നടുക്കുന്ന കുറിപ്പുകളാണ് ടെഹ്റാനിൽ നിന്നും പ്രവഹിച്ചത്. വിദേശബന്ധം ആരോപിക്കപ്പെട്ടാൽ ഭരണകൂടം വേട്ടയാടുമെന്ന ഭയത്താൽ പലരും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ പിടിക്കപ്പെട്ടാൽ താൻ കൊല്ലപ്പെട്ടേക്കാമെന്ന ഒരു യുവതിയുടെ അവസാന സന്ദേശവും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപിൻ്റെ പവർ പ്ലാന്റ് ഡേ മുന്നറിയിപ്പിന് പിന്നാലെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം തുടങ്ങിയിരുന്നു. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനങ്ങൾ തീർന്നതും കുടിവെള്ളത്തിന് വകയില്ലാത്തതും സാധാരണക്കാരുടെ ജീവിതം നരക തുല്യമാക്കി.
ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള വാർത്താവിനിമയ സംവിധാനങ്ങൾ ഭരണകൂടം വിച്ഛേദിച്ചതും ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. അമേരിക്കൻ ബോംബുകളേക്കാൾ ഭയാനകമാണ് പിടിക്കപ്പെട്ടാൽ സ്വന്തം സൈന്യത്തിൽ നിന്നുള്ള പ്രതികാര നടപടികളെന്നും സാധാരണക്കാർ ഭയപ്പെടുന്നുണ്ട്. ഇപ്പോഴും ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് തന്റെ വിവാദപരമായ സന്ദേശം പങ്കുവച്ചത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി ഒരു വലിയ നാഗരികത മരിക്കും, ഇതിനി ഒരിക്കലും തിരിച്ചു വരില്ല, അത് സംഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. സിവിലിയൻ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നത് യുദ്ധക്കുറ്റമാണെന്ന രാജ്യാന്തര മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് ട്രംപ് തന്റെ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം സംഘർഷം ലഘൂകരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളും അണിയറയിൽ സജീവമായിരുന്നു. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റീവ് വിറ്റ്കോഫും ഇറാനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തലും ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനും ഇറാൻ 10-ന് സമാധാന കരാർ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യവും അനിശ്ചിതത്വത്തിലാണ്. ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട അലി ഖമേനിയുടെ പിൻഗാമിയായി വന്ന അയത്തുള്ള മുജ്തബ ഖമേനി നിലവിൽ അബോധാവസ്ഥയിലാണെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗ്വം നഗരത്തിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹം ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരല്ല. ഇതോടെ ഇറാന്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലാണെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതിനിടെ ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഗാർഗ് ദ്വീപിലെ 50ഓളം സൈനിക കേന്ദ്രങ്ങളും അമേരിക്ക ഇന്നലെ ആക്രമിച്ചു. ബങ്കറുകൾ, റഡാർ സ്റ്റേഷനുകൾ, ആയുധപ്പുരകൾ എന്നിവയാണ് ആക്രമണത്തിനിരയായത്. ദ്വീപിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അമേരിക്കൻ സൈന്യം കരയുദ്ധത്തിന് മുതിരുമോ എന്ന ഭീതിയും ശക്തമായിരുന്നു. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 25% കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് തുറക്കണമെന്ന ട്രംപിന്റെ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരുന്നു. ചർച്ചകൾ പരാജയപ്പെട്ടാൽ എല്ലാ പാലങ്ങളും വൈദ്യുതി നിലയങ്ങളും തകർക്കുമെന്നും ട്രംപ് ആവർത്തിച്ചു. ട്രംപിന്റെ ഈ ഭീഷണികൾ ഭ്രാന്തമായ ചിന്തകൾ എന്നാണ് ഇറാന്റെ സൈനിക കമാൻഡ് വിശേഷിപ്പിച്ചത്. അതേസമയം യുദ്ധ സാഹചര്യം ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ലോകം അഭിമുഖീകരിക്കുന്നതെന്നും ഇന്റർനാഷണൽ എനർജി ഏജൻസി മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിൽ പെട്രോൾ വില ഗാലന് $4.14 ഉയർന്നു. വിപണികൾ സ്തംഭനാവസ്ഥയിലാണെങ്കിലും ട്രംപ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ നിക്ഷേപകർ ആശങ്കാകുലരാണ്. അമേരിക്ക ആക്രമണം തുടർന്നാൽ മേഖലയിലെ US സഖ്യകക്ഷികളുടെ കുടിവെള്ള സ്രോതസ്സുകൾ തകർക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തി. മരുഭൂമിയാൽ ചുറ്റപ്പെട്ട ഗൾഫ് രാജ്യങ്ങൾ ശുദ്ധജലത്തിനായി ആശ്രയിക്കുന്ന ഡീസലൈനേഷൻ പ്ലാന്റുകൾ തകർക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ട്രംപിന്റെ പ്രസ്താവനകൾ യുദ്ധക്കുറ്റമാണെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. ട്രംപ് നിശ്ചയിച്ച അവസാന സമയപരിധിക്ക് മുമ്പായി സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ 47 വർഷത്തെ അഴിമതിക്കും സ്വച്ഛാധിപത്യത്തിനും ട്രംപ് അന്തി കുറിക്കുമെന്ന സന്ദേശത്തിന്റെ ഭാഗം ചിലരിൽ പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയുള്ള ഈ യുദ്ധ നീക്കത്തോട് വലിയൊരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട്. സ്വന്തം ജനതയെ മരണത്തിന് വിട്ടുകൊടുത്ത് അധികാരം സംരക്ഷിക്കാനുള്ള ഇറാന്റെ ശ്രമം ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഏതായാലും വെടിനിർത്തൽ പ്രഖ്യാപനം ഇറാൻ ജനതയ്ക്കും ആശ്വാസമായിരിക്കുകയാണ്. താൽക്കാലികമാണെങ്കിലും ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യത്തിന് ഫെബ്രുവരി 28-ന് ശേഷം ഇപ്പോൾ ഒരു അറുതി വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഏതായാലും വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചകൾ നിർണായകമാണ്. അതിനുശേഷം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഒരു 10 നിർദ്ദേശങ്ങൾ ട്രംപ് അംഗീകരിക്കുമോ എന്നുള്ളത് കൂടി ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.